Hi friends, welcome to Sheba's Recipes. ഇന്ന് നമുക്ക് ചോറിനൊപ്പം കഴിക്കാൻ മുട്ടയും മുരിങ്ങയ്ക്കയും കൂടി നല്ലൊരു കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ ഒരു പാനിലിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഇതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. 1 കപ്പ് തേങ്ങ, 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ആദ്യമേ ഹൈ ഫ്ലെയിമിൽ വെക്കാം. ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറാൻ തുടങ്ങുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. തീയലിനൊക്കെ വറുക്കത്തില്ലേ, അതുപോലെ ഒരു കളറിൽ വറുത്തെടുക്കണം. ചെറിയൊരു ബ്രൗൺ കളർ അതുവരെ. ഇതിപ്പോൾ ആയിട്ടുണ്ട്, ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ആറി കഴിഞ്ഞിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. ഞാൻ 1.5 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്, 1 പീസ് പട്ട, കനം കുറഞ്ഞൊരു പീസ് എടുത്തേക്കുന്നത്, ഒരു 1.5 ഇഞ്ച് സൈസിൻ്റെ, 2 ഏലക്ക, 2 ഗ്രാമ്പൂ, ചെറിയൊരു പീസ് സ്റ്റോൺ ഫ്ലവർ, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ തക്കോലം ചെറിയൊരു പീസ്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ തേങ്ങ വറുത്തതൊക്കെ ആറിയിട്ടുണ്ട്, മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, ഒരു 4 ടേബിൾ സ്പൂണൊക്കെ. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഈ സവാള എരിഞ്ഞതും പച്ചമുളക് എരിഞ്ഞതും ഇട്ട് കൊടുക്കാം. മീഡിയം സൈസിലെ 2 സവാള ചെറുതായിട്ട് എരിഞ്ഞിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില. ഇത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറണം, ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ ആകണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലൊക്കെ വെക്കാം. അപ്പോൾ ഈ ഉള്ളിയൊക്കെ വഴറ്റാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഉള്ളിയൊക്കെ വഴന്ന് ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ ആകുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കാം, 2 ടീസ്പൂൺ. അത് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും. ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് നേരം കൂടെയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഈ പൊടിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ 3 മിനിറ്റ് നേരമെങ്കിലും വഴറ്റി കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് പോകണം. ഇപ്പോൾ വെളിച്ചെണ്ണ പോരാന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒരു 3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം. മീഡിയം സൈസിലെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല പുളിയുള്ളൊരു തക്കാളി ഞാൻ എടുത്തേക്കുന്നത്, നാടൻ തക്കാളി. അതെടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം, 1/2 കപ്പ്. നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. നല്ലതായിട്ട് ഇളക്കിയിട്ട് മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കാം. ഞാൻ 2 മുരിങ്ങയ്ക്ക ക്ലീൻ ചെയ്തിട്ട് ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, ഒരു 3/4 ടീസ്പൂണൊക്കെ. കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ടോട്ടലായിട്ട് 1 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കണം. ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ മുരിങ്ങയ്ക്കൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ടൊരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടെ ഞാൻ ഇടയ്ക്ക് ഒഴിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് വെള്ളം തീരെ കുറവാണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ഈ തേങ്ങ വറുത്തരച്ചില്ലേ, അത് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാർ ഇച്ചിരി വെള്ളത്തിൽ കഴുകി അതും ഒഴിക്കാം. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ കുറച്ചൊരു കുറുകിയ ചാറായിട്ടായിരിക്കുന്നത്. ഇച്ചിരി കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം, ഒരു 1/4 കപ്പും കൂടെ. നല്ലതായിട്ടൊന്ന് തിളക്കട്ടെ. ഇതിപ്പോൾ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ചിട്ട് 2 മിനിറ്റ് നേരം കൂടെ ഒന്ന് തിളക്കട്ടെ. മീഡിയത്തിനേക്കാളിലൊക്കെ ഇച്ചിരി കുറച്ച് വെക്കാം. ഉപ്പ് നോക്കിയിട്ട് പോരാത്ത ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 4 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വരഞ്ഞും കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം കൂടെ ഒന്ന് തിളപ്പിക്കാം. ഇടയ്ക്ക് ഇതുപോലൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കും. അപ്പോൾ മല്ലിയില ഇഷ്ടമാണെങ്കിൽ മല്ലിയില വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി ഇത്, ഈ മുരിങ്ങയും മുട്ടയും കൂടെ ചേർത്ത് വെച്ചാൽ. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക്